രാവിലെ ഞാൻ എണീറ്റ് അടുക്കളയിൽ ചെല്ലുമ്പോൾ കണ്ടത് ഈ ഒരു കാഴ്ചയാണ് കേട്ടോ. ഇവരെല്ലാവരും കൂടിയിട്ടതാ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ഞങ്ങൾ പുറത്തേക്ക് പോകാനൊരു പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ബിരിയാണി അതൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം ഞാൻ അതൊക്കെ നോക്കി നിന്നു. പിന്നെ അത് ബബിത അവിടെ ബിരിയാണി ഉണ്ടാക്കാനുള്ള ചെമ്പത കഴുകുന്നുണ്ട് കേട്ടോ. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഇടയിൽ ചെറിയൊരു പണി ഞങ്ങൾക്കും കിട്ടിയിട്ടോ, ചിക്കൻ കഴുകാനായിട്ട്. അപ്പം അത് ഞങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കനെ അലക്കുകയാണ്. ഞങ്ങൾ ചിക്കനെ അലക്കുകയാണ്. അങ്ങനെ നമ്മുടെ സുമിത്തേട്ടൻ അതാ ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. പിന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ റെഡി ആവുന്ന തിരക്കിലായിരുന്നു എല്ലാവരും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനതാ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അതിലേക്കുള്ള ചിക്കനൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ നമ്മൾ റെഡിയാക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ എല്ലാവരും റെഡി ആയിട്ട് വന്നു. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ബാഗും കാര്യങ്ങളൊക്കെ വണ്ടിയിലേക്ക് കയറ്റുകയാണ്. അപ്പം ഞങ്ങളൊരു കുഞ്ഞ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും കൂടി പോവാന്ന്. അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പം ഞങ്ങൾ തീരുമാനിച്ചത് നമ്മുടെ ഒളവപ്പാറ പോകാനായിരുന്നു. അപ്പം അങ്ങോട്ടേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് തന്നെ പോകുന്ന ഒരു ത്രില്ലിലൊക്കെയാണ്. അങ്ങനെ അതാ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു മണി 1:30 ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ആലപ്പുഴേൻ്റെ ഒക്കെ ഒരു വൈബുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ആലപ്പുഴേൻ്റെ ഒക്കെ പോലെ തന്നെയുള്ള ബോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് സ്റ്റേ ചെയ്യാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഓൾറെഡി മുന്നേ നമ്മൾ ബുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ബോട്ട് വേണമെങ്കിൽ. അപ്പോൾ നമ്മൾ എന്തായാലും വിചാരിച്ചു ഫുഡൊക്കെ നമുക്ക് കഴിക്കാം. ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ലാലുവേട്ടൻ അതെല്ലാവർക്കും ഫുഡ് സെർവ് ചെയ്യുന്ന തിരക്കിലാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ അത് ബിരിയാണി വിളമ്പി തരികയാണ് കേട്ടോ. അപ്പം ഞങ്ങളതാ ഞാനും മോള് കഴിക്കാനായിട്ട് ഇരിക്കാൻ നോക്കുന്നേരം അവിടെ ഒരു പശുവിനെ കണ്ടിട്ട് പേടിച്ചിട്ട് അവളതാ ഇങ്ങനെ നീക്കി വരുന്നത്. അങ്ങനെ എല്ലാവരും കൂടി കുറേ പേര് അവിടെ ഇരുന്നിട്ടും നിന്നിട്ടൊക്കെ ഇങ്ങനെ ഫുഡ് പ്രകൃതി ആസ്വദിച്ച് തന്നെ കഴിച്ചു കേട്ടോ. പിന്നെ കുട്ടികളതാ കുറച്ച് നമ്മുടെ പാർക്കിലൊക്കെ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഉണ്ണീൻ്റെ അടിപൊളി ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടി അടിപൊളിയായിട്ട് അവിടെ നിന്ന് ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ നമ്മൾ തകർത്തു കേട്ടോ.